എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് ചാട്ട് ഐറ്റംസ് അറിയാം അല്ലെ. ബേൽപുരി ഉണ്ട്, മസാലപ്പുരി ഉണ്ട്, ദഹിവടയുണ്ട്, പാനിപുരി, വടാപാവ്, അപ്പൊ അങ്ങനെ ഒരുപാട് ചാറ്റ്സ് അറിയാം. അപ്പൊ ഇന്ന് നമ്മൾ മസാലപ്പുരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. നിരത്തി വെച്ച പൂരിയുടെ മുകളിലായിട്ട് നല്ല ചൂട് മസാലയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിന്റെ മുകളിലായിട്ട് സവാളയും തക്കാളിയൊക്കെ ടോപ്പിംഗ്സ് ആയിട്ട് കൊടുത്ത് എന്ത് ടേസ്റ്റ് ആണെന്നറിയോ, ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഇതിനായിട്ട് ഞാൻ ഏകദേശം അരക്കപ്പ് അളവിൽ ഗ്രീൻ പീസ് നന്നായി കഴുകിയതിനു ശേഷം തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഗ്രീൻ പീസ് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ 3 ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു. വലുതാണെങ്കിൽ 2-1 മതിയാകും. അപ്പൊ ഞാൻ ഇവിടെ നല്ല രീതിക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-7 വിസിലെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസിനൊക്കെ അനുസരിച്ച് എത്ര വിസിൽ വേണം എന്നുള്ളത് വ്യത്യാസം വരുവേ. അപ്പൊ നോക്കിയതിനു ശേഷം ഒന്ന് നല്ല രീതിക്ക് തന്നെ വേവിച്ചെടുത്തോളും. ഞാൻ ഇതിൽ നിന്ന് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ പേസ്റ്റ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ തരികളുണ്ട്, ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താലും മതി. ഞാനിവിടെ ഗ്രീൻ പീസ് വേവിച്ച ആ വെള്ളം കുറച്ച് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. സ്മാഷ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 2 സവാളയാണ് കേട്ടോ ചെറുതായിട്ട് എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഈ സമയത്ത് നമുക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ മസാലയാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ചാറ്റ് മസാല സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ആംചൂർ പൗഡർ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ മസാല നല്ല രീതിക്ക് ഒന്ന് തണുക്കണം. അപ്പൊ തണുത്തതിന് ശേഷം ഞാനിവിടെ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമ്മുടെ മസാല വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഈ മസാല നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഈ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന പാകത്തിന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുത്തപ്പോൾ എണ്ണ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വഴറ്റിയത്. അപ്പൊ ഇതിലേക്ക് ഇനി എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പൊ നമ്മുടെ ഈ മസാല ഇപ്പൊ നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്രൗൺ കളറിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്ക് ബ്രൗണിലേക്ക് മാറും ഇതൊന്ന് വറ്റാൻ തുടങ്ങുമ്പോൾ. ഈ സമയം നമുക്ക് അടുക്കി പിടിക്കാതെ തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ഗ്രീൻ പീസിന്റെയും ഉരുളക്കിഴങ്ങിന്റെയും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കിട്ടാനാണ്. അപ്പൊ നമുക്ക് ഇത്രയും തിക്നെസ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗ്രേവിയുടെ തിക്നെസ് ലൂസ് ആവുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും കുറച്ചും കൂടി ഇതൊന്ന് കുറുകും. അപ്പൊ അതും കൂടെ നോക്കിയതിന് ശേഷം വെള്ളം എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ആഡ് ചെയ്തിരുന്ന ഉപ്പ് കറക്റ്റ് അളവായിരുന്നേ. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നേരത്തെ ഒരു 2.5 സ്പൂൺ അളവില് ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് ഗ്രേവി റെഡി ആയി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൂരി തയ്യാറാക്കണം. അപ്പൊ ഞാനിവിടെ റെഡിമെയ്ഡ് പൂരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ എല്ലാ ഷോപ്പിലും ഇങ്ങനെ പൂരി വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മൾ പാനിപ്പൂരി ഒക്കെ തയ്യാറാക്കുന്ന അതേ പൂരിയാണ്. അപ്പൊ ഈ പൂരി തയ്യാറാക്കാനും വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പൂരിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഈ പൂരി എണ്ണയിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു 15-16 പൂരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു 10 പൂരിയെ ഉപയോഗിക്കുന്നുള്ളൂ.
അങ്ങനെ ഞാനിവിടെ എല്ലാ പൂരിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാലപ്പൂരി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സവാള, തക്കാളി, മല്ലിയിലയൊക്കെ നേരത്തെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കണേ. ഇപ്പൊ നമ്മുടെ പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മസാലപ്പൂരി സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഓരോ പൂരിയും നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പൊ നമ്മുടെ ബേസ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൂരിയാണ്. അപ്പൊ നമ്മൾ പൂരി പൊടിക്കുമ്പോൾ ഫൈൻ ആയിട്ടൊന്നും പൊടിക്കണ്ട കേട്ടോ, ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പൊടിയുന്നത് അതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പൂരിയുടെ അളവും കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ ഒരു സ്പൂൺ മസാലപ്പൂരി കഴിക്കുമ്പം അതിൽ നമ്മുടെ പൂരിയും മസാലയും അതുപോലെ ഇട്ടിരിക്കുന്ന ടോപ്പിംഗ്സും എല്ലാം കിട്ടണം. അതേപോലെ ആയിരിക്കണം നമ്മൾ ഇടുന്ന ഓരോ ലെയറും. അപ്പൊ ഇവിടെ ഞാൻ പൂരി എല്ലാം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസിന്റെ ആ ഒരു ഗ്രേവിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നല്ല ചൂടോടെ വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ, എങ്കിലാണ് നല്ല ടേസ്റ്റ്. ഇനി നമ്മുടെ ഈ ഗ്രീൻ പീസിന്റെ മസാലയുടെ മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ പാനിപ്പൂരി ഒക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന 2 പാനി ഉണ്ടല്ലോ, ടീക്ക പാനി, മീത്ത പാനി. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ 1 സ്പൂൺ വീതം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ മസാലപ്പൂരിയുടെ ടേസ്റ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു നുള്ളു ചാറ്റ് മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് സേവും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ, എന്തായാലും ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഞാനിവിടെ സേവിന്റെ മുകളിലായിട്ട് ഒരു കുറച്ച് ഗ്രീൻ പീസ് മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള മസാലപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരൊറ്റ സ്പൂൺ മസാലപ്പൂരിയിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ബേസ് ആയിട്ട് ആഡ് ചെയ്ത പൂരിയുടെയും അതിന്റെ മുകളിലായിട്ട് വെച്ച ആ ഒരു മസാലയുടെയും അതുപോലെ സവാളയും തക്കാളിയും സേവിന്റെ ഒക്കെ ടേസ്റ്റ് വേറെ വേറെ ആയിട്ട് അറിയാനായിട്ട് പറ്റുവേ. അപ്പൊ നല്ല ചൂട് ചൂട് മസാലപ്പൊരിന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പൊ ഈ ഒരു മസാലപ്പൊരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ഇല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ തയ്യാറാക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.